ഈ 101 റുപ്പിയ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്നാ വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു. ഇന്ന് നേരം വെളുത്ത പോലെ അച്ഛനും മോളും പൊട്ടം കടിച്ച മാതിരിയാ. ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല. കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ. അച്ഛനാണേ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അച്ഛനെങ്ങോട്ടാ? അമ്മയുടെ അടുത്തേക്കാണെ പോണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാ? അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? ആര് പറയടാ? ആര് പറഞ്ഞു? അവളോ അതോ നിങ്ങളോ? ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച അറിഞ്ഞു. എന്നാ കേട്ടോ, ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല. തല്ലണമെന്ന് തോന്നണോ? സമ്മതിച്ചു, നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷെ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുള്ള മാത്രമായിട്ട് നിന്നാൽ മതി. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല. എന്നെ സംബന്ധിച്ചോളം നീ മരിച്ചു, അത് തന്നെ എന്റെ അർത്ഥം. പാർവതി, പാർവതി നിക്കണം. ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അനുവാദോ? അനുവാദം ചോദിക്കാൻ ഞാൻ ആരുടെ അടിയാനും കുടിയാനും ഒന്നുമല്ല. ഓ, അപ്പൊ അമ്മയെ കാണാൻ ഒളിച്ചു വന്നാണല്ലേ? ഒളിക്ക്? അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരിയല്ല. 33 കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ. 30 വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ. മരിക്കണത് വരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇതാ തടയാൻ ധൈര്യമുണ്ടോ? ആ, അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാമെന്നാ. അമ്മയെ കണ്ടില്ല അച്ഛൻ ഉറക്കം വരില്ല അല്ലേ? ഇല്ലടാ. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും. ഛർദിക്കടാ. എന്തിനാ വിഴുങ്ങണേ? പറയാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ മടിക്കണേ? അച്ഛനെപ്പോഴും ചെറുപ്പമെന്നാ വിചാരം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ? എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. അതെ. പാർവതി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാ എടുത്തോളൂ. ഇപ്പൊ ഇറങ്ങണം. എങ്ങോട്ടാ? ചുടുകാട്ടിലേക്ക്. എന്താ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ നീ ആരാടാ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, ഉത്തരവാദിത്വം. മടി നിറച്ച് അരിവാരി കൊടുത്ത് വേലക്കാരത്തേക്ക് സംബന്ധം ഉണ്ടാക്കണ അമ്മായച്ചനെ സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. 18 തികയാത്ത സ്വന്തം കുഞ്ഞു പെങ്ങക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണു. എന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അച്ഛാ, മിണ്ടിപ്പോവരുത്. അടിച്ച് കാരണം പോയി ഞാൻ. ഇറങ്ങാം. ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട. വാ, ഇറങ്ങ. വാ. മോനെ, നിനക്കുണ്ടൊരു കുഞ്ഞ്. അവളും വളർന്നു വലുതാവും. അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും. അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന്. പോവാം. അയ്യോ, അച്ഛനും അമ്മയായിരുന്നോ? കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നെന്നാ കരുതിയേ. അകത്തേക്ക് വരൂ. ആരാത്? ചെവിക്കല് കേൾക്കൂലോ. ഓഫീസിൽ നിന്ന് ഇപ്പോ വന്നേ ഉള്ളൂ. ഒരു അധികരിക്കാം. ബിസിനസ് എവിടം വരെയായി? അച്ഛാ, ഒന്നും തോന്നരുത്. സത്യം പറഞ്ഞാ ഞാൻ ബിസിനസ് തുടങ്ങാനൊന്നും പോകുന്നില്ല. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. അപ്പോ എന്നോട് വാങ്ങി 50,000 ഉറുപ്പിക ഇപ്പൊ തിരിച്ചരാമല്ലോ അല്ലേ? അതിപ്പോ ഉടനെ എന്തായാലും പറ്റില്ല. അതെന്താ? അതിൽ നിന്ന് കുറച്ചെടുത്ത് വീടൊന്ന് പുതുക്കി,
പിന്നെ ദിവസവും ബസ്സിൽ തൂങ്ങിയുള്ള ഈ ഓഫീസ് യാത്ര ഓ ഭയങ്കര കഷ്ട. അതുകൊണ്ട് ഒരു സ്കൂട്ടർ. അപ്പൊ കരുതി കൂട്ടി എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അച്ഛാ ഞാൻ വേണ്ട, ഒക്കെ മനസ്സിലായി. കരുതി കൂട്ടി കള്ളക്കഥകളുണ്ടാക്കി എല്ലാരും കൂടി ചേർന്ന് ഈ വയസ്സിനെ പറ്റിക്കായിരുന്നു അല്ലേ? പാർവതി വാ, ഇവരും മരിച്ചവരുടെ കൂട്ടത്തിലാ. വാ ഇറങ്ങ്. അല്ല, നമുക്ക് സന്ധ്യയായിട്ട് പോവാം. ഈ അവസ്ഥയില് നമ്മളെ നാട്ടുകാർ കാണണ്ട. തമ്പി, ഞങ്ങള് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ വല്ലതും കഴിച്ചോ? വരൂ. വാ. റിട്ടയറായപ്പോ കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്ത് മാറ്റി വെക്കാമായിരുന്നില്ലേ പാർവതി? തമ്പി ആരോടായി പറയണേ? കർണന്റെ പരമ്പരയാ ദാനവംശം. തറവാട് തീരെഴുതി കൊടുത്ത് പടിയിറങ്ങിയപ്പോ പിടിച്ചേൽപ്പിക്കാൻ ഒരു പെങ്കൊച്ചുണ്ടെന്ന് ഓർക്കാമായിരുന്നു. ഇവിടെ ഉണ്ട് 2-3 എണ്ണം. ഈ തറവാട് എന്റെ പേര് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ വായിക്കൽ ഇടാൻ പോലും ആരും ഉണ്ടാവില്ല. എനിക്കെന്തോ ഇതങ്ങോട്ട് മനസ്സിൽ പിടിക്കുന്നില്ല. താൻ ഈ നാട്ടിൽ ജീവിച്ച അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇത്, ഞാൻ പറഞ്ഞില്ലേ തന്നോട് എൻ്റെ കൂടെ താമസിക്കാൻ? അപ്പൊ തന്റെ അഭിമാനം അനുവദിച്ചില്ല. അതെ, ദുരഭിമാനമാ. എന്തിനാ അത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യമുണ്ട്. നല്ല സൗകര്യ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം ഭരിക്കുക എന്നുള്ളതാ. ഇവിടെ ആവുമ്പോ വിഷം പോലും വാങ്ങണ്ട. ഇഷ്ടം പോലെ ഉതളങ്ങിയല്ലേ വിളഞ്ഞു കിടക്കണേ. ചുടുകാട് അടുത്തായതുകൊണ്ട് ദഹിപ്പിക്കാനും വിഷമമുണ്ടാവില്ല. പിന്നെ കൂടുതൽ ദൂരം ചുമക്കുകയും വേണ്ടല്ലോ. ഇവളും അതിൽ പെടുവോ? എടോ, ജീവിച്ചിരിക്കുന്നവർ ഒരിക്കൽ മരിക്കും. പക്ഷെ മരിക്കാൻ വേണ്ടി ജീവിക്കരുത്. മുളകത്ത് വയ്ക്കോ. ചെല്ലു. ഇത് വെച്ചോ. വേണ്ട തമ്പി. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. തമ്പി, ചിലപ്പോ ഈ പണം എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റാത്ത പലതും ഉണ്ടോ? ഭാര്യയും അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്നെ പ്രതികൂട്ടി കയറ്റിയപ്പോ താനേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന്. ലോകത്താരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് തന്നോട് മാത്രമാണ്. ഇപ്പൊ അതൊക്കെ തിരിച്ചു ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ? തനിക്ക് ഈ പണം വേണ്ടി വരും. ചിലരെ കൊണ്ട് കണക്ക് പറയിക്കണ്ടേ? കണക്ക് പറയിക്കാനോ? ആ. ആരെ കൊണ്ട്? കരിമ്പും തണ്ട് പോലെ തന്നെ ചവച്ച് നീരിറക്കിയിട്ട് തുപ്പിക്കളഞ്ഞില്ലേ അവരെ കൊണ്ട്. കേസ് കൊടുക്കണോടോ. പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നും അല്ലല്ലോ. താൻ ചോരയും നീരും ചെലവാക്കി സമ്പാദിച്ചു കൂട്ടിയതല്ലേ. അത് വെറുതെ കിട്ടുമ്പോ അവർക്കതിന്റെ വില മനസ്സിലാവില്ല. അറിയോ, വിശ്വാസവഞ്ചനയാ കാണിച്ചത്. വിടരുത്, ഞാനുണ്ട് തന്റെ കൂടെ. അങ്ങോട്ട് കൊടുക്ക. എന്താ ഇത്? ഞങ്ങൾ രണ്ടാളും ഒപ്പിട്ട മുദ്രപത്രോ? ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അച്ഛന് ഇഷ്ടമുള്ള എഴുതി ചേർക്കാം. അച്ഛന്റെ സ്വത്തിൽ ഒരു അവകാശവും ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട. സാറ് പറഞ്ഞില്ലേ തറവാടും ബാങ്ക് ബാലൻസും ഒക്കെ കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല സാർ. അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛനുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടന്റെ കഥ കേട്ടപ്പോ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ച ഇതൊരു കുടുംബമാക്കാന്ന് കരുതി മോഹിച്ചു വന്നതാ. അച്ഛനെയും മക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു.
വികാരമായെങ്കിൽ പൊറുക്കണം. യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് എഴുതി കാത്തിരുന്നാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാണെന്നറിയാതെ കോടതി കയറി സാക്ഷിയാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് അച്ഛനെതിരായിരുന്നോ അമ്മയ്ക്കെതിരായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോ ഇതിന് ഞാൻ വെറും ഒരു സാക്ഷി മാത്രമാണ്. ഇനിയെങ്കിലും സാക്ഷികളെ ശിക്ഷിക്കരുത് അച്ഛാ. ഉപദേശമല്ല, അപേക്ഷയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. ബാ. വിളിച്ചാ വിളി കേൾക്കണ ദൂരത്ത് ഞങ്ങളുണ്ട്. മകനും മരുമകളും ആണെന്ന് കരുതി എപ്പോ വന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. പിന്നൊരു കാര്യം, അവിടെ സാപ്പാടിന് പൈസ വാങ്ങില്ല. അച്ഛനും അനിയനും ഫ്രീ. വന്നേ. ദാ. ക്ഷമിക്കണം. അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേറൊരു വഴിയും കണ്ടില്ല. പക്ഷെ താലി കെട്ടും മുമ്പേ ഒരു കാര്യം ഞാൻ രാജേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിയായാലും ചോറായാലും കഴിക്കണേ പാതി എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്ന്. അങ്കിളെ, പെട്ടെന്നൊരു തീരുമാനം എടുത്തതിൽ പൊറുക്കണം. സഹതാപം കൊണ്ട് ത്യാഗം ചെയ്തൊന്നുമല്ല, ജാതി ഇഷ്ടമായോണ്ട് തന്നെ. ഒരു ജോലി ശരിയായിട്ടുണ്ട്, കൽക്കട്ടയിലാ. അടുത്ത ആഴ്ച പോണം. അവിടെ ഉള്ള സൗകര്യത്തില് നമുക്കൊരുമിച്ച്. വേണ്ട മക്കളെ, ഞങ്ങളുടെ മനസ്സിലെ ഒരു വലിയ തീയാ നീ കെടുത്തിയത്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ കുഞ്ഞിന് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒന്നും വേണ്ട. നിങ്ങളുടെ അനുഗ്രഹം മാത്രം മതി. നന്നായി വരും, നന്നായി വരും. അറുട്ടിയെ, മക്കളെ അതോട്ട് വിളിക്കേ. അല്ല, അച്ഛനെ ഒന്ന് കാണണം. പിന്നെ ഏട്ടനെ ഏട്ടത്തിയമ്മ പോയിട്ട് വരാം. ഓ വാ, ചെല്ലും മോളെ, ചെല്ല്. അങ്ങോട്ട് വരെയായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നു മുതൽ എന്റെ സ്റ്റൈഫൻഡ് അച്ഛന് കട്ട് ചെയ്യാൻ. ഒറ്റയ്ക്ക് കഴിയുന്നാണല്ലോ അച്ഛന് കൂടുതൽ ഇഷ്ടം. പേടിക്കണ്ട, ഞങ്ങൾ ഒരിക്കലും ഒരു ശല്യാവില്ല. അയ്യോ, സ്വല്പം ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി. ദാ. നോക്കിക്കോ, ഈ കളി ഞങ്ങൾ തന്നെ. ഉന്നം തെറ്റിക്കല്ലേ? സ്വയം ഇതവിടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ക്വീൻ അടിച്ച് വീഴ്ത്തില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കളിച്ച കളി വേസ്റ്റ് നെഗറ്റീവ്. പോയി, 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 പോയി. എന്റെ യാതൊരുവിധ സ്വത്തുക്കളും ആവശ്യമില്ലെന്ന് പറഞ്ഞ് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വെച്ചിട്ട് തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങിപ്പോന്നു. അവിടെ ഭർത്താവിനെയും കൂട്ടി. അവൾ ഒപ്പിട്ടതിന് മുകളിൽ എഴുതിയിരിക്കുന്ന പേര് സ്വയംപ്രഭ സുരേന്ദ്രൻ എന്നാണ്. അതില് സ്വയംപ്രഭ മാത്രമേ അവൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയുള്ള സുരേന്ദ്രൻ എന്റെ സ്വത്താണ്, എന്റെ മകനാണ്, എന്റെ രക്തമാണ്. എന്റെ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞവള് എന്റെ സ്വത്തായ മകനെയും വേണ്ടെന്ന് പറഞ്ഞ് ഇതിലെഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറാണോ? അച്ഛാ, അവള് പറയട്ടെ.
സ്വയംപ്രഭ സുരേന്ദ്രനായി തറവാട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോ സാറ് പറഞ്ഞു അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ ഈ വക സ്വന്തം ബന്ധങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പൊ പറയണു സുരേട്ടൻ സാറിന്റെ മകനാണെന്ന്. സാർ ഇപ്പൊ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടനും എന്റെ അനിയനും ഒരു അച്ഛന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ സുരേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. ആ മുദ്രപത്രം ഇങ്ങ് തരൂ. മോളെ വേണ്ട, നീ എന്നെ തോൽപ്പിച്ചു. നീ എന്റെ മരുമോളാ. എന്നാ അച്ഛാ ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കും. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. നീയല്ലേ പറയാ അച്ഛൻ സിംഹമാണെന്ന്? വെറും പൂച്ച സാധന